ഒരു വാസ്തവവിരുദ്ധമായ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ഒരു ബഡ്ജറ്റ് പ്രസംഗം ആരംഭിക്കുകയാണ്. അതായത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ടെന്നാണ്. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞെരുക്കത്തിൻ്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത. ഇത്രയും പച്ച കള്ളം ഒരു ബഡ്ജറ്റിൻ്റെ ആമുഖത്തിൽ പറയാമോ? അത് ഒരു 10-20 പേജ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോലെ. ആമുഖത്തിൽ പ്രഖ്യാപിക്കുകയാണ് നമ്മളിത് മറികടന്നിരിക്കുന്നു. എപ്പോഴാണ് ഈ 50% സാമ്പത്തിക ഞെരുക്കം മൂലം പ്ലാൻ സൈസ് കട്ട് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്? നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്, നമ്മളിതെല്ലാം മറികടന്നിരിക്കുന്നത്. ഇത് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാവപ്പെട്ടവരുടെ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പെൻഷനുകൾ പോലും കൃത്യമായി കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇവരിതിനകത്ത് പലതും വീണ്ടും പറയുന്നുണ്ടല്ലോ. ആശ്വാസകിരണം, അതായത് രോഗികളുടെ കൂടെ ഇരിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് ഈ ആശ്വാസകിരണം എന്ന് പറയുന്ന പദ്ധതി. അവർക്ക് മാസങ്ങളായി കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ സ്നേഹപൂർവം പദ്ധതിയിൽ അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള പണം കൊടുത്തില്ല. ഈ ബഡ്ജറ്റിലും ഇപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ 650 കുട്ടികൾക്ക് ചെയ്തു. അവരുടെ കേൾവി ശക്തി വീണ്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിൻ്റെ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ 650 കോക്ലിയർ ഇംപ്ലാന്റും പ്രവർത്തനരഹിതമായി കുട്ടികൾ സംസാരശേഷി വീണ്ടും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ 650 കുട്ടികളുടെ രക്ഷിതാക്കൾ എത്രയോ കാലമായി ഇവിടെ വന്നിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ LSS USS എന്ന് പറയുന്ന കുട്ടികൾ നടത്തുന്ന ഈ സ്കോളർഷിപ്പ് പരീക്ഷയില്ലേ, അത് കുടിശ്ശികയാണ്. എന്നിട്ടിപ്പോൾ എന്താ പറയുന്നതെന്നറിയോ? ആ LSS USS എന്നുള്ള പേരുള്ളത് കൊണ്ടാണ് ആ പൈസ കൊടുക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് അതിനെ ചീഫ് മിനിസ്റ്റേഴ്സ് എക്സലൻസ് സ്കോളർഷിപ്പ് എന്ന പേരാക്കാൻ പോവാണ്. അങ്ങനെയെങ്കിലും കിട്ടുമെങ്കിൽ കിട്ടട്ടെ. ആ പേരിൻ്റെ കുഴപ്പമായിരുന്നല്ലോ. LSS USS ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതിനകത്ത് ആകെ പറയുന്നത് അതിൻ്റെ പേര് മാറ്റാൻ പോവാണെന്ന്. കാരുണ്യ, ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞങ്ങളവിടെ സമരം ചെയ്തു വരും. അവിടെ മാത്രം കൊടുക്കാനുള്ള കുടിശ്ശിക കാരുണ്യയിലൂടെയും കാസ്പിലൂടെയും അവിടെ കൊടുക്കാനുള്ള പൈസ എത്രയാണെന്നറിയോ? 100 കോടി രൂപയാണ് ഒരൊറ്റ മെഡിക്കൽ കോളേജ്. മാത്രമല്ല അവിടെ ഇപ്പം സ്റ്റെൻറ്റ് കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ ആൻജിയോപ്ലാസ്റ്റി ഇപ്പം നടക്കുന്നില്ല. മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങണം എന്ന് നിർദ്ദേശിച്ച് ആളുകൾ അവിടെ കൈനീട്ടി യാചിച്ചിട്ടാണ് മരുന്നുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ കാസ്പിലൂടെയും കാരുണ്യത്തിലൂടെയും സൗജന്യ മരുന്ന് കൊടുക്കും. നാട്ടുകാർ പിരിപ്പിച്ചു കൊടുത്ത മരുന്ന്. ഇനി ഇത് തന്നെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന പണം നോക്കിയാൽ തന്നെ എല്ലാ മെഡിക്കൽ കോളേജിലെയും വന്നിട്ടുള്ള കുടിശ്ശികകൾ തീർക്കാനുള്ള പൈസ പോലും ഇതിനകത്ത് തികയില്ല. കാരുണ്യത്തിൽ ഒരു മെഡിക്കൽ കോളേജിൽ മാത്രം 100 കോടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? മൊത്തം മെഡിക്കൽ കോളേജ് മാത്രമല്ലല്ലോ, താലൂക്ക് ആശുപത്രി എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും എന്നുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് 11 സ്കോളർഷിപ്പാണ് കട്ട് ചെയ്തത്. മദർ തെരേസ സ്കോളർഷിപ്പ്, ജോസഫ് കുണ്ടശ്ശേരി, APJ അബ്ദുൽ കലാം. ഈ APJ അബ്ദുൽ കലാമിൻ്റെ ഇത് ഒരു 6000 രൂപ കുട്ടികൾക്ക് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ കൊടുക്കുന്ന പൈസയാണ്. അതിൽ 30% പെൺകുട്ടികൾക്ക് റിസർവ് ചെയ്തതാണ്.
അത് വെട്ടിച്ചുരുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ഒരു ഭാഗത്ത് സംസാരിക്കുകയും ഈ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് പകുതിയായി വെട്ടിക്കുറക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഔചിത്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. എന്നിട്ട് ഇവർ പറയുകയാണ് പുറത്തേക്ക് ആളുകൾ പോകുന്നത് ഞങ്ങൾ തടയുന്നു. എങ്ങനെ തടയാനാണ് നിങ്ങൾക്ക് പറ്റുക? ഇവിടെ പഠിക്കാനുള്ള യാതൊരു സാഹചര്യങ്ങളും ഇല്ലാതാക്കിയിട്ട് അവർ വെളിയിലേക്ക് പോകുന്നത് തടയുകയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഈ ബഡ്ജറ്റ് ഉണ്ടല്ലോ, ഈ ബഡ്ജറ്റ് ജനങ്ങൾ തിരിച്ചറിയും, യാതൊരു സംശയമില്ല. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഞാൻ എൻ്റെ മണ്ഡലത്തിലെ പറയാം, ബഡ്ജറ്റിൽ വെച്ച പ്രൊവിഷൻസ് ഉണ്ടല്ലോ, 20% ബഡ്ജറ്റ് വെച്ച പ്രൊവിഷൻസിൽ 4 or 5 പ്രോജക്ട്സുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഫിനാൻസ് മിനിസ്റ്ററുടെ മേശപ്പുറത്തിരിക്കുകയാണ്. ഫോർ ബെറ്റർ ടൈം എന്നാണ് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റിൽ 20% വെക്കുന്ന, അല്ലെങ്കിൽ ബഡ്ജറ്റിൽ മെയിനായി വെക്കുന്ന, ഞാൻ ടോക്കൺ പ്രൊവിഷൻ അല്ല പറയുന്നത്, 20% വെച്ച് ഏസ് തരുന്ന പ്രവൃത്തി പോലും നടത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു ഗവൺമെൻറ് എന്തിനാണ് ഞങ്ങളിതാ പൊതുമരാമത്ത് ഇത്ര പൈസ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഗീർവാണം നടത്തുന്നത്?